വെൽക്കം ടു യുണൈറ്റഡ് സെൻട്രൽ. യുണൈറ്റഡ് ടു ലിവർപൂൾ ടു ക്വാഡ്രാപ്പിൾ ചലഞ്ചേഴ്സ് ആയിട്ടുള്ള ലിവർപൂൾ ഈ സീസണിൽ നമ്മളെ തോപ്പിച്ചിട്ടില്ല. ഓവറോൾ നമ്മൾ ടെൻഹാഗിൻ്റെ ലിവർപൂളിനെതിരെയുള്ള റെക്കോർഡ് ആയി കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ്. ഇപ്പോൾ 2 വിജയങ്ങൾ, 2 ഡ്രോ, 1 തോൽവി. ആ തോൽവി ഒരു ഭീകര തോൽവിയായി പോയി എന്നുള്ളതാണ് സർവ്വകാല നാണക്കേട് 7-0. പക്ഷേ അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാണ്ടല്ലോ, ഓവറോൾ നോക്കിക്കഴിയുമ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് ക്ലോപ്പിനെതിരെ. ഇപ്പോൾ എന്തായാലും ഫൺ ഫാക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ 7-0 വഴങ്ങിയ ആ ഒരു ദിവസത്തെ നമ്മുടെ എക്സ്പെക്റ്റഡ് ഗോൾസ് എന്ന് പറഞ്ഞാൽ 2 പോയിൻറ്റ് ചില്ലറയായിരുന്നു. അപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ എക്സ്പെക്റ്റഡ് ഗോൾസ് എന്ന് പറഞ്ഞാൽ 3 പോയിൻറ്റ് ചില്ലറയാണ്. സോ ദാറ്റ്സ് ഫുട്ബോൾ. നമ്മുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി കയോസ് FC എന്ന് പറയാം. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാൻ പറ്റില്ല. ഇന്നത്തെ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ നമുക്ക് ഒറ്റ ഷോട്ട് ഓൺ ടാർഗറ്റ് ഉണ്ടായില്ല, ഒറ്റ ഷോട്ട് ഉണ്ടായില്ല. ഇതുണ്ടായിരുന്നില്ലെങ്കിൽ പോലും നമ്മൾ ഓവറോൾ കുറച്ച് എന്താ പറയുക ചാൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഷോട്ടിലേക്ക് നയിച്ചില്ല. അതേസമയം തന്നെ ലിവർപൂൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ 10-12 ഷോട്ട് എടുത്തു. അതുപോലെ തന്നെ ഓവറോൾ നോക്കിക്കഴിയുമ്പോൾ അവർ 5 ബിഗ് ചാൻസസ് മിസ്ഡ്. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ അവരൊരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കി കളഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ കളി കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഇറ്റ്സ് എ ഹാർഡ് വാച്ച്. ആ കാര്യത്തെക്കുറിച്ച് ഒന്നും പറയാനില്ല. ഇന്നലത്തെ ആദ്യത്തെ 10 മിനിറ്റിലാണെങ്കിലും നമ്മുടെ ഡിഫൻഡേഴ്സൊക്കെ എങ്ങോട്ട് പോകണമെന്നാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ സൊബസ്ലായ ആദ്യത്തെ ഒരു ഷോട്ട് എടുത്ത് ഒനാനയുടെ നല്ലൊരു സേവ് ആയിരുന്നു. പക്ഷെ അതിന് മുമ്പ് മഗ്വയറൊക്കെ ഹാഫ് ലൈൻ്റെ അവിടെ നിൽക്കുന്നു. അതുപോലെ തന്നെ പിന്നെ 2 ലിവർപൂൾ പ്ലേയേഴ്സ് ഫ്രണ്ടിലുണ്ട്. പിന്നെ നമ്മുടെ പ്ലേയേഴ്സൊക്കെ തിരിഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ പുറകെ, ബോളിൻ്റെ പുറകെ അല്ലെങ്കിൽ പ്ലേയേഴ്സിൻ്റെ പുറകെ ഇങ്ങനെ ഓട്ട മത്സരം പോലെ ഓടുകയാണ്. എങ്ങോടെ ഈ ഓടണേ? അതിനുശേഷം അവിടെ ഒനാന നല്ലൊരു സേവ് നടത്തി. അതല്ലെങ്കിൽ അവിടെ വണ്ണിലായ അതിന് ശേഷമാണെങ്കിലും കമ്പവാലയുടെ ഈ പറയുന്ന പോലെ 10 മിനിറ്റിൽ തന്നെ ഇതുപോലെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. സലയുടെ ഒരു വീക്ക് ഷോട്ട് വന്നത്. അതിൻ്റെ ബിൽഡപ്പിലാണെങ്കിലും ഇവന്മാരൊക്കെ ഫ്രണ്ടിലാണ്. ശരിക്കും പറഞ്ഞാൽ യാതൊരു കൊഹഷൻ ഇല്ല. ഇത് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയധികം ഷോട്ട് വഴങ്ങണത് തന്നെ. ഇപ്പോൾ ഒനാന വിചാരിച്ചാൽ മാക്സിമം എന്തോരം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 30 എണ്ണത്തിൽ 28 എണ്ണം പുള്ളി ചിലപ്പോൾ സേവ് ചെയ്യും. പക്ഷേ 2 എണ്ണം അകത്തേക്ക് കയറും. അത് ഗ്യാരണ്ടീഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒനാന ഈ കാര്യത്തിലേക്ക് വരുമ്പോൾ ഹെൽപ്ലെസ് ആണ്. ഇന്നലെ ലൂയിസ് ഡിയാസിൻ്റെ ഗോൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ച ഒരു പ്രതീക്ഷയില്ല ഇനി കളി കംപ്ലീറ്റ്ലി നമ്മൾ മത്സരത്തിലേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ക്വാൻസ നമുക്ക് വേണ്ടി വെച്ച് തന്നു. ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ കിടിലൻ ഗോള്. അതൊരു അടിപൊളി ഗോൾ തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പിന്നീട് അവിടെ നിന്ന് ശരിക്കും ലിവർപൂൾ നമുക്ക് മൊമെൻറ്റം തന്നു എന്നുള്ളതാണ്. പിന്നീട് കുറച്ച് നേരത്തേക്ക് നമ്മൾ നന്നായിട്ട് തന്നെ കളിക്കാൻ തുടങ്ങി. എന്താണെന്നറിയില്ല, നമ്മൾ ശരിക്കും പറഞ്ഞാൽ വൈബ്സ് FC ആണ്. എന്തെങ്കിലും ഒരു നല്ല പോസിറ്റീവ് വൈബ് വന്നാലാണ് ഇവർ നന്നായിട്ട് കളിക്കാൻ തുടങ്ങുകയുള്ളൂ. അതിനുശേഷം പിന്നെ കോബിമൈനോടെ ഗോള്. അത് ഇന്ന് രാവിലെ ആണെങ്കിലും ഞാനിരുന്നൊരു 10 തവണയിലും കണ്ടിട്ടുണ്ട്. ഒന്നും പറയാല്ല, മനോഹരമായിട്ടുള്ള ഗോള്. ശരിക്കും പറഞ്ഞാൽ 18 വയസ്സുള്ള പയ്യനാണ് നമ്മുടെ മിഡ്ഫീൽഡിനെ ക്യാരി ചെയ്യണമെന്നുള്ളതാണ് അവസ്ഥകൾ. അതിനുശേഷമല്ലോ അവന്മാർ ഗോൾ അടിക്കുമെന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പായിരുന്നു. അങ്ങനെയാണ് ആ പെനാൽറ്റി ഇൻസിഡൻറ്റ് വന്നു. ശരിക്കും അത് രണ്ടാമത് റീപ്ലേക്ക് ഇപ്പോൾ അതിൻ്റെ സ്ലോ മോഷൻ വീഡിയോ ഒക്കെ വരുന്നുണ്ട്. അത് കോൺടാക്റ്റ് ഇല്ലാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഡൈവ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ശരിക്കും വൻബസാക്കിക്ക് അവിടെ കാല് വെക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഭയങ്കര റെക്ലെസ് ആയിരുന്നു. പക്ഷേ അതിന് ആ ഇൻസിഡൻറ്റിൽ കോൺടാക്റ്റ് ഇല്ല. അവൻ ശരിക്കും പറഞ്ഞാൽ ഡൈവ് ചെയ്തിട്ട് പെനാൽറ്റി മേടിച്ചെടുത്താണ്. ഇപ്പോൾ 2 കളിയായി നമുക്കെതിരെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവണം. ഇപ്പോൾ ഇത് ലിവർപൂളിനെതിരെയാണ് ഈ കളിയിൽ സംഭവിക്കുന്നതെങ്കിൽ ഇപ്പോൾ എന്തൊക്കെ നടന്നതിനെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. FA അപ്പോളജി ഇത് ചെയ്യും, അതുപോലെ തന്നെ റീപ്ലേ വേണമെന്ന് പറയും, അതുപോലെ സകലമാന മാധ്യമങ്ങളും ലിവർപൂൾ റോബെന്ന് പറഞ്ഞു വരും. നമ്മളായതുകൊണ്ട് തന്നെ ആർക്കും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ എന്തായാലും അതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. ഇന്നലെ രാവിലെ എൻ്റെ അടുത്ത് ഈ മത്സരം ഡ്രോയിൽ അവസാനിക്കും, അത് ഓക്കെ ആണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നെങ്കിൽ ഞാനത് ഓക്കെ ആണെന്ന് പറഞ്ഞേനെ. ഇപ്പോൾ എന്തായാലും നമ്മളെ സംബന്ധിച്ച് ഇറ്റ്സ് ഓക്കെ റിസൾട്ട് എല്ലാ സർക്കംസ്റ്റൻസസ് നോക്കിക്കഴിയുമ്പോൾ. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.